സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഡിന്നർ. നല്ല ടേസ്റ്റി ഒരു ചോറ് കൂടെ കഴിക്കാമോ, മൂരു കാച്ചലായിണ്ട്. പിന്നെ ഫ്രണ്ട്സ്, പുട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ടേസ്റ്റ് ചെയ്തു. കേരളത്തിലേക്ക് വന്നപ്പോൾ ഇത് പുട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ചായ കൂടെ കഴിക്കാം. ഫുൾ വെള്ളം അവിടെ കുറെ സബല കടിച്ചുമ്പോ അതോ കണ്ണീര് വരും. ഇവിടെ നമ്മുടെ പപ്പടം ഫ്രൈ ആയിണ്ട്. വെള്ളം നല്ല ടേസ്റ്റ് ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പൂജ നിങ്ങൾക്ക് വെൽക്കം ചെയ്യും എൻ്റെ വ്ളോഗിലേക്ക്. നിങ്ങളുടെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൻ പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിട്ടാ. സോ ഇപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വൈകുന്നേരം ആയിണ്ടേ ഫ്രണ്ട്സ്, നല്ല കാറ്റുണ്ട് ഇന്ന്. നല്ല മീൻസ് കൂളായിട്ട് ക്ലൈമറ്റ് ഉണ്ട്. എന്നെ അങ്ങനെ തോന്നുന്നു ഫ്രണ്ട്സിക്ക് വിന്റർ സീസൺ ഉണ്ട്, കുറച്ചൊക്കെ കൂൾ ഉണ്ട് ഇന്ന് ക്ലൈമറ്റ്. ഇത് നല്ല കാറ്റൊക്കെ വരുന്നുണ്ട്. നോക്കൂ, അത് ഞാൻ പറയുമ്പോ അത് നിർത്തി. ഉണ്ട്. അത് ഇപ്പോ ഇരുട്ടായി. സോ അത് ഞാൻ നിങ്ങളുടെ കാണിക്കാൻ പറ്റില്ല എനിക്ക്. പക്ഷെ നല്ല കാറ്റൊക്കെ ഉണ്ട് ഇന്ന്. നോക്കൂ, അത് കാണുന്നുണ്ടാവും. നോക്കൂ, എല്ലാം അങ്ങനെ അവനും. രാവിലെ പുട്ട് ഉണ്ടാക്കിണ്ടായിരുന്നു. സോ പുട്ട് കുറച്ച് ബാക്കിയുണ്ട്. ഇപ്പൊ നമുക്ക് ചായ കൂടെ കഴിക്കാം. പിന്നെ പുട്ടക്കൂടെ കഴിക്കാൻ വേണ്ടിട്ട് കടലക്കറി ഉണ്ടാക്കിണ്ടായിരുന്നു. സോ ഇപ്പൊ ഞാനത് കടലക്കറി ചൂടാക്കി കഴിക്കാണ്. ആക്ച്വലി കടല ഇപ്പൊ കറി ഇപ്പൊ ഉപ്പേരി മാത്രമേ ആയിണ്ട്. ഗ്രേവി ചാറും ഇല്ല ഇതില്. സോ ചാറും അതിലില്ല കൂട്ടാനിലേക്ക്. സോ നമുക്ക് ഇനി തൈരിനെ മൂരിനെ നമുക്ക് ഒരു ചോറ് കൂടെ കഴിക്കാൻ വേണ്ടിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാം. സോ അത് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യും പിന്നെ. സോ നിങ്ങളെ നോക്കൂ ഫ്രണ്ട്സ്, ഫുൾ വീഡിയോ നോക്കൂ. എങ്ങനെ അത് ഉണ്ടാക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യും. അങ്ങനെ വൈകുന്നേരം ആവുമ്പോൾ നമ്മുടെ ഇത് കൂട്ടാൻ അത് ചൂടാക്കിയിട്ട് പിന്നെ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കും. സോ നമുക്കത് വെള്ളി പാത്രങ്ങൾ ഉണ്ടേനാ അത് നമുക്ക് കരുകി എടുക്കാം. സോ നമുക്ക് രാത്രിക്ക് കുറച്ച് ഈസി ആവും. നമുക്ക് വലിയ പാത്രം ഉണ്ടാവില്ല, ചെറിയ ചെറിയ പാത്രങ്ങൾക്ക് മാത്രമേ കരുകാനുണ്ടാവൂ. സോ അത് വേണ്ടിട്ടാ അങ്ങനെ ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ഞാൻ അങ്ങനെ ചെയ്യാന് വീട്ടുപണി. ഇപ്പൊ നമുക്ക് ചായ ഉണ്ടാക്കാം. സോ ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു കപ്പ് വെള്ളം വെക്കാം. കട്ടൻ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. സോ ഇപ്പൊ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു. ഇതിലിപ്പോ നമുക്ക് പൊടി ചായ ഉണ്ട്, അത് ചായപ്പത്തി ഉണ്ടേന അത് ഇതിലിടും. നമുക്ക് കേരളത്തിലേക്ക് ചായപ്പൊടി പറയും ന, ഹിന്ദിയിലേക്ക് ചായപ്പത്തി പറയും ഫ്രണ്ട്സ്. പിന്നെ കുറച്ച് പഞ്ചസാര. സോ ഇപ്പൊ ഇത് നമ്മുടെ ചായ റെഡി ആവണം, ബോയിൽ ആവണം, നല്ലതായിട്ട് തളിച്ചു അത് വരണം. പിന്നെ ഇവിടെ നോക്കൂ ഫ്രണ്ട്സ്, നമുക്ക് ഒരു ഇടിയം ചക്ക കിട്ടി. ചെറിയ ഇടിയം ചക്ക ഉണ്ട്, നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് കഴിക്കാം നാല്. സോ നമ്മുടെ ചായക്ക് ബോയിൽ വന്നു ഇരിക്കുകയാണ് ഫ്രണ്ട്സ്. നോക്കൂ, തളിച്ചു നമ്മുടെ ചായ ബോയിലായി ഫ്രണ്ട്സ്. ബോയിൽ വന്നു. ഇവിടെ ചായ റെഡി ആയിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ആക്കാം. ഒരു കപ്പിലേക്ക് എടുക്കാം. സോ ചായ റെഡി ആയിട്ട് ഫസ്റ്റ് നമുക്ക് ചായ കുടിക്കാം, പിന്നെ എല്ലാ പണിയും സ്റ്റാർട്ട് ചെയ്യാം. സോ ഇപ്പൊ നമ്മുടെ ചായ കുടിക്കാൻ ഇരിക്കുകയാണ് ഫ്രണ്ട്സ്. കുടിക്കാൻ മീൻസ് ഞാൻ ചായ കുടിക്കില്ല. പുട്ട് ഉണ്ട് ഇന്നേ. എനിക്ക് അങ്ങനത്തെ പുട്ട് നൂലപ്പം ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചായ വേണ്ട, ഞാൻ അതേ കഴിക്കും. സോ ഞാൻ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് കാണിച്ചു തരാം ഫ്രണ്ട്സ്. എനിക്ക് പുട്ട് കടല ഇത് നോക്കൂ ഫ്രണ്ട്സ്. ഞാനൊരു പുട്ട് എടുത്തു, പിന്നെ പപ്പടം, പിന്നെ ഇവിടെ നമ്മുടെ കടലക്കറി ഉണ്ട്, ഞാൻ അതേ എടുത്തു. സോ ഇപ്പൊ നമുക്ക് കഴിക്കാം. ഞാനിത് കഴിച്ചിട്ട് ശേഷം റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഫ്രണ്ട്സ്, പുട്ട് ഞാൻ ഇവിടെ വന്നപ്പോ ടേസ്റ്റ് ചെയ്തു. കേരളത്തിലേക്ക് വന്നപ്പോ ഇത് പുട്ട് അമ്മ കേരളത്തിലേക്ക് ട്രഡീഷണൽ ഫുഡ് ഉണ്ട്. ഇത് വേറെ സ്റ്റേറ്റിലേക്ക് ഉണ്ടാവും അറിയില്ല. അത് അറിയില്ല നമുക്ക്. പക്ഷെ കേരളത്തിലേക്ക് ഇത് ഫേമസ്
ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഫ്രണ്ട്സ്. സോ എനിക്ക് ഇഷ്ടമായി. പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ അരിപ്പുട്ടൊക്കെ കഴിക്കും പക്ഷെ നമ്മുടെ റവ പുട്ട് കഴിക്കും. അത് ഞാൻ നിങ്ങൾക്കൊരു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. നമ്മുടെ ഇവിടെ മീൻസ് വീട്ടിൽ തന്നെ അങ്ങനെ നമ്മുടെ റവ പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം, നിങ്ങൾ പോയിട്ട് നോക്കൂ ഫ്രണ്ട്സ്. പിന്നെ ഇത് നമുക്ക് കഴിക്കാം. ഞാൻ റവ പുട്ട് നമുക്ക് ഇഷ്ടമാണ്. സോ ഞാൻ നമ്മുടെ റവ പുട്ട് ഉണ്ടാക്കും, പിന്നെ കറി ഉണ്ടാക്കും. സോ പപ്പടം, പുട്ട് കൂടെ പപ്പടം മസ്റ്റ് ഉണ്ട്. സോ നമുക്ക് കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടും. സോ ഇപ്പൊ ഞാൻ കഴിക്കാം, പിന്നെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇപ്പൊ പുട്ട് കഴിക്കാം. പുട്ട് ടേസ്റ്റ് ചെയ്യാണ്ട് പപ്പടം അങ്ങനെ മിക്സ് ചെയ്യാം. നമുക്ക് പുട്ട് കഴിക്കാം. പുട്ട് ചോറ് നമുക്ക് കുറച്ച് ചൂടാക്കിയിട്ട് എടുക്കാം ഫ്രണ്ട്സ്. രാവിലത്തെ ചോറ് ബാക്കിയുണ്ട്, അത് മതി നമുക്ക്. പിന്നെ അവിടെ അമ്മ പാത്രം കഴുകി എടുക്കുന്നുണ്ട്. സോ അത് പാത്രം ഫുൾ കഴുകി എടുക്കാം നമുക്ക്. പിന്നെ ഇവിടെ നോക്കൂ ഫ്രണ്ട്സ്, ഇവിടെ ഇത് ശങ്കർ പാലി ഉണ്ട് ഫ്രണ്ട്സ്. അത് ഞാൻ ഉണ്ടാക്കിണ്ടായിരുന്നു 2-3 ദിവസം മുന്നേ. നോക്കൂ, അങ്ങനെ ശങ്കർ പാലി നല്ല ടേസ്റ്റി ഉണ്ട്. ഏതൊരു ചായക്ക് സ്നാക്സ് ഉണ്ട്. ഞാനിപ്പോ കുറച്ച് കഴിക്കും, എനിക്ക് ഇപ്പൊ പുട്ട് കഴിച്ചു സോ എനിക്ക് കുറച്ച് നമ്നം അങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ട്. സോ അത് കുറച്ച് 4-5 കഴിക്കാം. ഞാൻ കുറച്ച് എടുത്തു, ഇപ്പൊ കഴിക്കാം. ശങ്കർ പാലി ഫ്രണ്ട്സ് ഇത് ഒരു സ്നാക്സ് ഉണ്ട്, മധുരമായിട്ട് കുർക്കുറായിട്ട് നല്ല നൈസ് ടേസ്റ്റി സ്നാക്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം, എങ്ങനെ ഇത് ഉണ്ടാക്കാം നമുക്ക്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കഴിക്കാം. ഞാനപ്പോ കുടിക്കാൻ വെള്ളം ഇതെല്ലാം ബോട്ടിലിലേക്ക് വെക്കും. പിന്നെ നമുക്ക് വെള്ളം കുറച്ച് ചൂടാക്കിയിട്ട് വെക്കാം. ഇവിടെ നമ്മുടെ ചോറ് ആയിണ്ട്. സോ ഇപ്പൊ നമുക്ക് കന്നി വാർക്ക എടുക്കാം. കന്നി വാർക്കാം. ഇത് കന്നി വാർക്ക വെച്ചു ഫ്രണ്ട്സ് നമ്മള്. പിന്നെ ഫ്രണ്ട്സ് എനിക്ക് ഒരു എന്താ പറയുക, പിന്നെ ഫ്രണ്ട്സ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു ഫ്രണ്ട്സ്. ആക്ച്വലി നമ്മുടെ ഇവിടെ നമ്മുടെ അത് അരി അങ്ങനെ വെള്ളത്തേക്ക് വേവിക്കും. പിന്നെ അത് എക്സ്ട്രാ വെള്ളം നമ്മുടെ കല്യാണം ഉണ്ട് ഫ്രണ്ട്സ്. പക്ഷെ നമ്മുടെ യുപിയിലേക്ക് പിന്നെ മുംബൈയിലേക്ക് നമ്മുടെ അങ്ങനെ ഉണ്ടാക്കുന്നില്ല. നമ്മുടെ അത് അരിനെ കനക്ക് പിടിച്ചിട്ട് നമ്മുടെ വെള്ളം ഇടും. സോ അത് ഫുൾ നമ്മുടെ അതന്നെ ഉണ്ടാക്കും. മീൻസ് അത് വെള്ളത്തേക്ക് ഉണ്ടാക്കും. നമ്മൾ വെള്ളം കളയുന്നില്ല. അത് ശരിയായിട്ട് നമുക്ക് നൈസായിട്ട് ചോറ് കിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ കന്നി കട്ടിലുണ്ട്. സോ അത് വേണ്ടിട്ട് നമ്മുടെ അങ്ങനെ കന്നി വാർക്കെടുക്കുന്നുണ്ട് അമ്മ. ഇവിടുത്തെ കന്നി കുറച്ച് കട്ടിയുണ്ട് അതിനെ നമ്മുടെ അങ്ങനെ എടുക്കും കന്നി. കൂടുതൽ സ്റ്റാർച്ച് ഒക്കെ ഉണ്ട് ഇവിടുത്തെ അരിക്ക്. സോ അതിനെ നമ്മൾ അങ്ങനെ ചെയ്യണേ. പിന്നെ ഇവിടെ നമ്മള് പാർ ബോയിൽഡ് റൈസ് കഴിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. മീൻസ് അത് കുറച്ച് പാർ ബോയിൽഡ് റൈസ്. പിന്നെ നമ്മുടെ പച്ചരി അങ്ങനെ ഇല്ല, പച്ചരി നമ്മുടെ അങ്ങനെ പച്ചനെ ഉണ്ടാവും. മീൻസ് അങ്ങനെ അത് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ശേഷം നമുക്ക് അങ്ങനെ ബോയിൽ ചെയ്തിട്ട് നമ്മൾ ഉണക്കുന്നില്ല. ഇവിടുത്തെ അരി നമ്മുടെ അങ്ങനെ ചെയ്യും ഫ്രണ്ട്സ്. അത് ബോയിൽ ചെയ്തിട്ട് പിന്നെ അത് ഒരു ഉണക്കാം നമുക്ക്. അങ്ങനെയുണ്ട് അത് എത്രയും ശരിയായിട്ട് അറിയില്ല, അങ്ങനെയുണ്ട്. സോ അതന്നെ നമ്മുടെ ഇത് പാർ ബോയിൽഡ് റൈസ് പറയുന്നത്. പിന്നെ നമ്മുടെ പച്ചരി അങ്ങനെ റോ റൈസ് ഉണ്ട്. സോ അതാണ് ഡിഫറൻസ് ഫ്രണ്ട്സ്, കുറച്ച് വ്യത്യാസം. സോ എനിക്ക് എവിടെ വന്നപ്പോൾ ഞാനത് നമ്മുടെ പുൽക്കലരി ഉണ്ട് അത് കഴിക്കാൻ തുടങ്ങി. സ്റ്റാർട്ടിങ്ങിലേക്ക് എനിക്ക് അങ്ങനെ കുറച്ച് അങ്ങനെ നമ്മുടെ പച്ചരി നമുക്ക് കഴിക്കാനോ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ എനിക്ക് ഹാബിറ്റ് ആയിണ്ട് ഫ്രണ്ട്സ്. ഞാനിപ്പോ ഫുൾ അഡ്ജസ്റ്റ് ആയി കേരളത്തിക്ക്. ആദ്യം ഞാൻ കുറച്ച് ക്ഷീണിച്ച് പോയിണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ നോക്കൂ നല്ല അഡ്ജസ്റ്റ് ആയിണ്ട്. ശരിയുണ്ട്, കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ ഫുൾ അഡ്ജസ്റ്റ് ആയി ഫ്രണ്ട്സ്. പിന്നെ
ഫ്രണ്ട്സ് പെൺകുട്ടികൾ അങ്ങനെയുണ്ട്. അവരെ എവിടെ പോകുമ്പോ അവിടെ അഡ്ജസ്റ്റ് ആവും, ഒരു ടെൻഷൻ ഇല്ല. അത് നമുക്ക് ഗോഡ് ഗിഫ്റ്റ് ആണ്. ഗോഡ് ഗിഫ്റ്റഡ് ആണ് നമ്മുടെ വുമൻസ്. കുറെ ज्ञान की बातें ഞാൻ ചെയ്തു ഫ്രണ്ട്സ്. ज्ञान की बातें को क्या बोलेगी अम्मा मलयालम में? ज्ञान की बातें ആ ബുദ്ധി വർത്താനം ഞാൻ കുറെ പറഞ്ഞു. സോ ഇപ്പൊ നമുക്ക് പണി ചെയ്യാം. പണി ആയിട്ടില്ല. സോ ഇപ്പോ വേറെ പണി കഴിഞ്ഞു കിച്ചണിലേക്ക്. ഇപ്പൊ നമുക്ക് തൈര് ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു തൈരുടെ കുട്ടാൻ ഷെയർ ചെയ്യും. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം വേഗം വേഗം. സോ അതിന്റെ പേരുണ്ട് മൂറ് കാച്ചൽ. കാച്ചലിനാ കാച്ചൽ മീൻസ് തടക്ക ഹിന്ദിയിലേക്ക് പറയും നമ്മുടെ. അതന്നെ നമ്മുടെ ചെയ്യാൻ പോവാണ് ഫ്രണ്ട്സ്. ആക്ച്വലി ഞാൻ ഡിഫ്രോസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ കുറച്ച് വെള്ളം ഞാൻ കല്യാണിട്ട് എടുത്തു കഴിഞ്ഞു. പക്ഷെ ഇപ്പോ കുറച്ച് ആയിണ്ട്. അത് എനിക്ക് ഇപ്പോ ഓർമ്മ വന്നു. ഞാൻ അത് എടുക്കാം. ഫുൾ വെള്ളം അവിടെ കുറച്ച് വീണു. അത് പറഞ്ഞു എനിക്കിപ്പോ തുടയ്ക്കാനായിട്ട് വരും. കുറച്ച് വാഷ് ചെയ്തിട്ട് അങ്ങനെ വെക്കാം. മതി. സോ നമുക്ക് മൂറ് കാച്ചലിക്ക് വേണ്ടിട്ടാ വേണം. മൂറ് ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഇവിടെ നമ്മുടെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, ഒരു കറിവേപ്പില, പിന്നെ പകുതി സബോള. ഇതിന്റെ പകുതി മതി. പകുതി മതി നമുക്ക് ഫ്രണ്ട്സ്. സോ ഇപ്പൊ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം നമുക്ക്. അത് കുറച്ച് പുളി തൈര് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇവിടെ നമ്മുടെ എടുത്തു. എത്ര സബോള നമുക്ക് മതി? കുറച്ചുണ്ട്, കുറച്ച് മതി. മല്ലി ഇല മല്ലി ഇല ഉണ്ടെങ്കിൽ നല്ലതാ ഫ്രണ്ട്സ്. പക്ഷെ ഇപ്പൊ ഇല്ല. സോ നമ്മുടെ ഇടില്ല. നിങ്ങളെ ഉണ്ടാക്കുമ്പോ ചിലപ്പോ ഉണ്ടെങ്കിൽ ഇടാം അമ്മ. കുറച്ചുകൂടി നിങ്ങൾക്ക് ടേസ്റ്റ് കിട്ടും. പിന്നെ ഫ്രണ്ട്സ്, ആരൊക്കെ ചോറ് പിന്നെ മൂറ് കഴിക്കാൻ ഇഷ്ടമാണ് കമന്റ് ചെയ്തിട്ട് പറയൂ ഫ്രണ്ട്സ്. എനിക്ക് ഇഷ്ടമാണ്. സോ ഇത് നമ്മൾ നന്നായിട്ട് എടുത്തു. ഇപ്പൊ ഇത് വാഷ് ചെയ്യാം നമുക്ക്. ഇത് വാഷ് ചെയ്തിട്ട് നമ്മുടെ എടുത്തു. ഇപ്പൊ ഇത് കട്ട് ചെയ്യണം നമുക്ക്. ചെറിയ കഷ്ണമാക്കണം. ചെറിയ കഷ്ണം മതിനാ. ചെറിയ കഷ്ണമാക്കാം നമുക്ക്. സബോള കട്ട് ചെയ്യാം നമുക്ക്. വെളുത്തുള്ളി നമ്മൾ കട്ട് ചെയ്തു ചെറിയ കഷ്ണമാക്കി. സബോള കുറെ സബോള കട്ട് ചെയ്യുമ്പോ അത് കണ്ണീര് വരും. ചെലപ്പോ വരും. പിന്നെ അത് നമ്മുടെ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോ അത് കുറച്ച് വരും. ഇപ്പൊ ഹാബിറ്റ് ആയി നമുക്ക്. സോ എത്രയാ നമുക്ക് അത് കണ്ണീര് വരില്ല. പക്ഷെ ഇപ്പൊ ഇല്ല ഫ്രണ്ട്സ്. ചിലപ്പോ നമുക്ക് കിട്ടും അങ്ങനത്തെ. ചിലപ്പോ കവി പോലെ ചിലപ്പോ. ഇവിടെ നമ്മുടെ പച്ചമുളക് കട്ട് ചെയ്തു. സോ ഇതെല്ലാം നമ്മുടെ റെഡി ആയിണ്ട്. ഇപ്പൊ നമുക്ക് കാച്ചൽ കൊടുക്കാം. സോ ഇപ്പൊ നമുക്ക് അത് തൈരുണ്ടേനാ. അത് ഇപ്പൊ നമുക്ക് മിക്സിയില് ഒരു പ്രാവശ്യം അടിച്ചെടുക്കാം. സോ അത് വേണ്ടിട്ട് നമ്മുടെ അത് മിക്സി ജാറിൽ തന്നെ ഇടുന്നു. പിന്നെ കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് അത് അടിക്കണം. മതി. സോ ഇത്ര നമ്മുടെ എടുത്തു. അപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഇടാം. അത് വെള്ളം നിങ്ങളുടെ ഇഷ്ടമാണ് അമ്മ. അടിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇടാം. അത് ഇപ്പൊ ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം നമുക്ക് ഒരു പ്രാവശ്യം. ഇവിടെ നമ്മുടെ മിക്സി ഇപ്പൊ കണക്ട് ചെയ്യാനുണ്ട്. വയർ അവിടെ വെക്കാം. മിക്സി കണക്ട് ആയിണ്ട്.
വേഗമായിട്ട് നമുക്കത് അടിക്കാം. അയിണ്ട് സ്മൂത്ത് ആയിണ്ട്. കിട്ടും നമുക്ക്. ഇപ്പൊ ഇതും സ്മൂത്ത് ആയിണ്ട്. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഇടാം, അല്ലെങ്കിൽ ഇത്ര മതി നമുക്ക്. ഇപ്പൊ ഇപ്പൊ നമ്മുടെ കിച്ചണിൽ വന്നു, നമുക്ക് കാച്ചൽ കൊടുക്കാം തൈരിക്ക്. ഇപ്പൊ നമ്മുടെ ഗ്യാസ് കത്തിച്ചു. എണ്ണ ഒഴിക്കാം. എണ്ണ ഇതിൽ കഴിഞ്ഞു. എണ്ണ ഇതില് ഇപ്പൊ ഇടാം. നമുക്ക് ബോട്ടിലേക്ക് ഇടാം. എടുത്ത് വരും. നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി നമ്മള് പിന്നെ. എണ്ണ നമ്മൾ ബോട്ടിലിൽ വെച്ചു. അതിന് കുറച്ച് എണ്ണ ഉണ്ട് പാക്കറ്റിലേക്ക്. സോ അത് നമുക്ക് അങ്ങനെ റബ്ബർ ബാൻഡിലേക്ക് കെട്ടി വെക്കാം. തൈര് മൂറിലേക്ക് നമുക്ക് ഉപ്പ് ഇടാം ഫ്രണ്ട്സ്. അത് നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇടണം ഫ്രണ്ട്സ്. പക്ഷെ മൂറിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ നമ്മുടെ ഉപ്പ് ഇടും അമ്മ. കാരണം ഇത് പുളി ഉണ്ടേനാ. സോ അത് പുളിക്ക് വേണ്ടിട്ടാ നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ ഉപ്പ് വേണം. പക്ഷെ നിങ്ങൾ നോക്കിട്ട് ഇടണം. അല്ലെങ്കിൽ കൂടുതലാവും. ഇത് ഒരു പ്രാവശ്യം അങ്ങനെ നമുക്ക് കളിക്കാം. അത് ഉപ്പ് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അത് മതി ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഇടാം. കുറച്ചിടുമ്പോ നല്ലതാ ഫ്രണ്ട്സ്. നമുക്കത് പിന്നെ ഇടാൻ പറ്റും. പക്ഷെ അങ്ങനെ കൂടുതലാവുമ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിയുണ്ടേനാ? ഓക്കെ ഓക്കെ. സോ ഇപ്പൊ നമ്മള് ഗ്യാസ് കത്തിച്ചു. എണ്ണ ഒഴിക്കാം ചട്ടിലേക്ക്. കുറച്ച് മതി. ഇത് ഒരു വലിയ സ്പൂൺ ഉണ്ടാവും നമ്മ. ഇത്ര മതി. ഇപ്പൊ ഇത് കുറച്ച് ചൂടാവണം. ചൂടായിണ്ട് അങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ അറിയില്ല. കടുക് ഇടാം. കടുക് പൊട്ടിയെടുക്കാം നമുക്ക്. അവിടെ വെച്ചു നമുക്കിപ്പ. സോ കടുക് പൊട്ടി. ഇപ്പൊ ഇതില് ഉണക്കമുളക് 2 നമ്മളങ്ങനെ കഷ്ണമാക്കിട്ട് ഇടുന്നു. കറിവേപ്പില. കറിവേപ്പില ഇതില് എടുത്തു നമ്മള്. ഇപ്പൊ അത് കട്ട് ചെയ്ത വെളുത്തുള്ളി, സബോല, പച്ചമുളക് അത് ഇടും. സ്ലൈഡ് സോഫ്റ്റ് ആവണം അമ്മ. आपकी ब्राउन कलर വേണം. ശരി ശരി. സ്ലൈറ്റ്ലി ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഫ്രണ്ട്സ്. അത് കുറച്ച് പച്ച ടേസ്റ്റ് മാറണം. ഇതിന് സോഫ്റ്റ് ആവുമ്പോ മതി അമ്മ. ഇപ്പൊ നോക്ക്, ഇവിടെ നമ്മള് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ നമ്മള് ഫ്രൈ ചെയ്യുന്നേ.
നോക്കൂ ഫ്രണ്ട്സ്, ഇപ്പൊ ഇതില് നമ്മുടെ തൈര് ഒഴിക്കുന്നുണ്ട്. നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് വെള്ളം കുട്ടി കൊടുക്കാം. എത്ര വെള്ളം വേണം അത് നിങ്ങളുടെ ഇപ്പൊ ഇതില് കൂട്ടിയെടുക്കണം ഈ സമയത്ത്. സോ ഇത് ആയിണ്ട്, നമ്മുടെ മൂറ് കാച്ചൽ റെഡി ആയിണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട് അമ്മ. ഒരു പ്രാവശ്യം നമുക്ക് ഉപ്പ് നോക്കാം. കുറച്ച് വെള്ളം നമ്മൾ കൂടിയിട്ട് എടുത്തുന ഇതില്. തിളയ്ക്കാൻ പാടില്ല. ഇത് കുറച്ച് വെറുതെ ചൂടാക്കിട്ട് എടുക്കണം. അല്ലെ നിങ്ങളുടെ അങ്ങനെ തിളക്കുമ്പോ നിക്കുമ്പോ അത് പിരിയും. പിരിയാവും ഫ്രണ്ട്സ്, അത് നാശാവും. പിരിയും. സോ അതിന് നമുക്ക് ബോയിൽ ചെയ്യാൻ ആവശ്യമില്ല, മതി. സോ ഇതായിണ്ട്. പിന്നെ ഇത് നമുക്ക് ചോറ് കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ചോറ് കൂടെ കഴിക്കുമ്പോ. പുട്ടിന്റെ കടല മാത്രമേ ഉള്ളൂ, അപ്പൊ കഴിക്കാം. കടല ഇപ്പൊ ചാറും ഇല്ല അതില്, ഉപ്പേരി. പപ്പടം കാച്ചൽ ചെയ്യാം. പിന്നെ കുറച്ച് മൂര് പപ്പടം. നല്ല ടേസ്റ്റ് ഉണ്ട്. ആയിണ്ട്. നോക്കൂ ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് നോക്കണം. ചൂടായിണ്ട്. പിന്നെ കുറച്ച് എന്നൊക്കെ അങ്ങനെ കാണുന്നുണ്ട് മുകളിൽ വന്നു. അങ്ങനെ മതി. സോ നോക്കൂ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു മൂറ് കാച്ചൽ റെഡി ആയിണ്ട്. ഇന്ന് ചോറുക്ക് വേണ്ടിട്ടാ. പിന്നെ നമ്മുടെ ഗ്യാസ് ഓഫ് ആക്കി. അങ്ങനെ നിങ്ങളുടെ ചൂടാക്കുമ്പോ ചിലര് മഞ്ഞൾപ്പൊടി ഇടും ഫ്രണ്ട്സ്. അത് കുറച്ച് മഞ്ഞ ഇഷ്ടാവും അവർക്ക്. നമ്മുടെ ഇടില്ല ഇന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇടാം. അത് നമ്മുടെ കാച്ചൽ ചെയ്യുമ്പോ സമയം ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ വെള്ള മൂറ് കാച്ചൽ കഴിക്കാം. വെള്ള നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നോക്കൂ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. നോക്കൂ, നല്ല ടേസ്റ്റ് നമ്മുടെ മൂറ് കാച്ചൽ റെഡി ആയിണ്ട്. നോക്കൂ. എന്റെ വയറിലേക്ക് വെള്ളം വരുന്നുണ്ട് ഉമ്മ. ഇതുപോലെ നിങ്ങളുടെ ഉണ്ടാക്കി നോക്കൂ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടം. നോക്കൂ, നല്ല ടേസ്റ്റി ഒരു ചോറ് കൂടെ കഴിക്കാം. മൂറ് കാച്ചലായിണ്ട്. ഇപ്പൊ നമ്മുടെ പപ്പടം കാച്ചൽ ചെയ്യാൻ പോണേ ഫ്രണ്ട്സ്. സോ ഇത് കുറച്ച് നമുക്ക് അങ്ങനെ തുടച്ചിട്ട് എടുക്കാം, അല്ലെങ്കിൽ അത് പൊടി ഉണ്ടാവും നമ്മുടെ പപ്പടമിലേക്ക്. സോ അത് പോവാൻ വേണ്ടിട്ടാ നമുക്ക് അങ്ങനെ നമ്മുടെ കിച്ചൺ ടവലിലേക്ക് അങ്ങനെ ചെയ്യണം ഫ്രണ്ട്സ്. നോക്കൂ, അത് കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. വെള്ള കളർ ആവുന്നു നമ്മുടെ കിച്ചൺ ടവൽ. അല്ലെങ്കിൽ അത് നമ്മുടെ എണ്ണത്തേക്ക് കൂടുതൽ പൊടി കാണും. നമുക്ക് പപ്പടം കുറച്ച് കാച്ചൽ ചെയ്തിട്ട് എടുക്കാം. കഴിഞ്ഞു. കുറച്ചുള്ള ഫ്രണ്ട്സ്, ഒരു പപ്പടം ഒരാൾക്ക്. നമുക്ക് അങ്ങനെ ഹാഫ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാം. ഇപ്പൊ നമ്മുടെ അങ്ങനെ കമ്പിത്തിരിയിലെ ഒരു അങ്ങനെ ഹോൾ ചെയ്തു. സോറി ഫ്രണ്ട്സ്, ഇത് കമ്പിത്തിരി അല്ല, ഇത് നമ്മുടെ പപ്പടം കമ്പി ഉണ്ട്. അപ്പൊ കമ്പിത്തിരി നമ്മുടെ അത് പടക്കം പൊട്ടിക്കുമ്പോ എടുക്കും നാമ. പപ്പടം കമ്പി ഉണ്ട് ഇത്. സോ ഇപ്പൊ എണ്ണ കുറച്ച് ഒഴിക്കാം. എണ്ണ അത് ചൂടാവണം. എണ്ണ നൈസായിട്ട് ചൂടായിട്ട് നമ്മുടെ പപ്പടം ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പപ്പടം
ഇവിടെ നമ്മുടെ പപ്പടം ഫ്രൈ ആയിണ്ട്. നമുക്ക് ഇത് ഇപ്പൊ വെക്കാം. നമ്മുടെ ഇത് പപ്പടം ഡബ്ബായിണ്ട് ഫ്രണ്ട്സ്. നമ്മുടെ പപ്പടം ഫ്രൈ ചെയ്യുമ്പോ ഇതിലിടും. സോ ഇപ്പൊ കുറച്ച് അത് ചൂട് മാറിയ ശേഷം നമുക്ക് അടിക്കാം. ഇവിടെ നമ്മുടെ കുഞ്ഞി വന്നു ഇരിക്കാണ്. ഇവനക്ക് പപ്പടം ഇഷ്ടമാണ്. നോക്കൂ ഫ്രണ്ട്സ്, അങ്ങനെ നോക്കണുണ്ട്. പപ്പടം വേണ കുഞ്ഞി കുഞ്ഞി പപ്പടം വേണ? വേണ്ട. നോക്കൂ ഫ്രണ്ട്സ്, ഇത് ഇന്നത്തെ നമ്മുടെ ഡിന്നർ. ചോറു, പിന്നെ പപ്പടം, പിന്നെ മൂര് കാച്ചൽ, പിന്നെ കടല ഉപ്പേരി, അച്ചാറ്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. സോ ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. നമ്മുടെ മൂര് കാച്ചൽ ചെയ്തു. സോ നമ്മുടെ ഡിന്നർ നമ്മുടെ റെഡി ആക്കി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. നമുക്ക് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ, ടാറ്റാ.